നമ്മളെ കൂട്ടാൻ പറ്റൂല ഇപ്പൊ എനിക്ക് ഇതിന്റെയൊക്കെ കുത്തിത്തിരിപ്പ് സായിലാണ് ഓളോടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഞായറാഴ്ച ഞങ്ങൾ പരിപാടിക്ക് പോയില്ല. പോല ഇപ്പൊ ചെന്നത് പരിപാടികളുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് കുഞ്ഞ ഒരു വാക്കുണ്ട്, അടുത്ത ഞായറാഴ്ച 3 വ്ളോഗ് എടുക്കണം. എന്നോട് പറഞ്ഞ് ഞായറാഴ്ച എന്നോട് പറഞ്ഞ് ഈ പറഞ്ഞില്ലാന്ന് പറയണ്ട, എന്റെ മനസ്സിലുണ്ട് 3 വ്ളോഗ് തന്നെ എടുക്കുക. ഇജ്ജ് പറയാം ഞായറാഴ്ച നമ്മൾ സെറ്റ് ആക്കണം, തോന്നെ വ്ളോഗ് ഇജ്ജ് എന്റെ തൊള്ളോണ്ട് പറഞ്ഞു എടുക്കണം പറയണി. പിന്നെന്താ ഇവൻ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ വിളിക്കണോ ഇപ്പച്ചേ ഇവിടെ ഉണ്ടാവുന്ന വിളിക്കാറില്ലല്ലോ, പിന്നെ എങ്ങനെയാ? ഇപ്പച്ചേ രാവിലെ ഞാന് കുഞ്ഞാക്ക് വീഡിയോ അയച്ചു കൊടുത്തു. എന്റെ വീഡിയോ എങ്ങനെയുണ്ട്, രസം ഉണ്ടോ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു ഈ എവിടെ ഇങ്ങോട്ട് വരുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ ചമ്മടെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വെച്ചത് അതിനടുത്ത് പോയി ഇപ്പൊ വരാൻ വെച്ചാ അപ്പൊ ഇജ്ജ് വരണം. ഈ സംഭവത്തിന് നേരെ തിരിച്ച് ഞാനാണ് ഈ എങ്ങനെ എടുക്കും അടിയെടുക്കും. ഇത് ഞാനാണ് എങ്ങനെ ഇവിടെ അതെന്താ അത് പറയും. നിങ്ങളെന്ത് മുതലേ പോന്റെ ഭാഗമായത്? അല്ല ഇമ്മച്ചി പറയണം. ഞാന് കുഞ്ഞാവ വിളിക്കും. ഇനി ഞായറാഴ്ച പുറത്ത് പോയ കുഞ്ഞാവ എന്നോട് ചൂടാവ് വെച്ചിട്ടാണ് ഞാൻ രാവിലെ മുതൽ 4:45 വരെ കുഞ്ഞാനെ വെയിറ്റ് ചെയ്തു. എന്താ പറഞ്ഞില്ലേ വണ്ടിയില്ല ഇപ്പൊ എങ്ങനെ പോവാ? വണ്ടിയിലാണ് എങ്ങനെ പോവാ? നിങ്ങള് പറയും വണ്ടിന്റെ കാര്യമല്ലല്ലോ, പിന്നെ വണ്ടിയിലാണ് എങ്ങനെ പോകും? ഡയലോഗ് പറയുമ്പോ ഉണ്ടല്ലോ, എന്തോ ഡയലോഗ് പറയുമ്പോ അതിന്റെ മട്ടം പോലെ നോക്കണേ. നിങ്ങളെന്താ നോക്കണേ? എന്താ നീ വയ്യേ? ഇവിടെ എന്ത് നിറം കൂടിയിരിക്കുന്നു? നിങ്ങളെ പെണ്ണുങ്ങൾ രാവിലെ രാത്രി ഒക്കെ തുടക്കിയല്ലേ, അതുകൊണ്ടോ? അപ്പോ ഇവിടുത്തെ ഇന്ന് നിങ്ങൾ പരിപാടിക്ക് പോയില്ല, ഇന്ന് പോയില്ല. ഇന്ന് ഇവിടെ കുഞ്ഞാവ പരിപാടിക്ക് പോയവാ. ഇമ്മച്ചിയാ കുഞ്ഞാവ നിങ്ങളോട് എന്തെങ്കിലും ഇന്നലെ പറഞ്ഞില്ല? എന്താ പറഞ്ഞേ? വണ്ടി കംപ്ലൈന്റ് ആണോ മുന്നാണോ പറഞ്ഞേ? വണ്ടി കംപ്ലൈന്റ് ആയോ? വണ്ടി കംപ്ലൈന്റ് ആയി നമുക്ക് ബൈക്കില്ലേ പോവാന്? 3 ബൈക്ക് ഉണ്ട്. എനിക്കും ഷായിലൊക്കെ ഏതമ്മ വരാം, ഇപ്പച്ചുക്കും ഇപ്പച്ചുക്കും ആ ബൈക്ക്. എനിക്ക് ബുള്ളറ്റ് മേലെ വരാലോ, ബൈക്ക് ഉണ്ടല്ലോ. കാറില്ലാത്ത ടൈമിൽ നമ്മൾ ബൈക്ക് മേലെ പോയത് അല്ലേ? 4 മണി ഇപ്പച്ചു വരാം. പറഞ്ഞില്ലേ ഇവിടുന്ന് അമ്മക്ക് പിന്നെ നാളെ ഞാൻ നേരത്തെ വരണ്ട് ഇങ്ങോട്ട് അമ്മക്ക് എല്ലാവർക്കും കൂടി നോക്കാൻ പോവാം. ഇന്ന് ഞായറാഴ്ച ഇങ്ങോട്ട് അമ്മക്ക് നേരെ ആ വ്ളോഗ് എടുക്കാനൊക്കെ ഇജ്ജ് പറഞ്ഞ ഇത് നേരെ തിരിച്ച് ഞാനാണ് ഈ ഡയലോഗ് എന്തൊക്കെ എന്തൊക്കെ ഉണ്ടാക്കോ ശരിയാണ്. ഞാനില്ലേ ചങ്ങായി അല്ലല്ല ഇന്റെ ചെങ്ങ എത്ര വട്ടം വിളിച്ചോ ചോദിച്ചു മെച്ചിനോട്. ഞാൻ ചോദിച്ചു ഇവനോട് എന്താ പോകാതെ ഇവിടെ കുത്തിരിക്കണേ. അകരല്ല ഞാന് മറ്റേ വീഡിയോ അയച്ചു കൊടുത്ത്, ഞാൻ സാനുവിന് അയച്ചു കൊടുത്ത്. മുണ്ടാക്കി ഞാൻ പറയട്ടെ, കുഞ്ഞാവക്ക് ആദ്യം അയച്ചു കൊടുത്ത് വിളിച്ച് വീഡിയോ എങ്ങനെ രസം വിളിച്ച്. രണ്ടാമത് സാനുവിന് അയച്ച്, ഷായിലൊക്കെ അയച്ച്. കുഞ്ഞാനോട് ഞാൻ ചോദിച്ചു ഈ എവിടെ ഉള്ളത് ചോദിച്ചു. ചെമ്മാടാണ്, ഞാനൊരു വീഡിയോ അയച്ചു തരാം, അത് നോക്കി എങ്ങനെയുണ്ട് രസം ഉണ്ടോ നോക്കാനും വേണ്ടി അയച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ ഇപ്പൊ വരാം, ഞാൻ ചെമ്മാട് പോയിട്ട് എന്തൊരു ആവശ്യത്തിന് പോയതാ. ഞാൻ ചെമ്മാട് പോയി തിരിച്ചു വരുമ്പോ അമ്മക്ക് വീഡിയോ എടുക്കാറ്. അപ്പൊ ഞാൻ ആ ഇതിൽ നിന്നാ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനൊരു 3:30, 3:45, 4 മണി ആകുമ്പോൾ വിളിച്ചപ്പോ എന്താ പറഞ്ഞേ, ഞാൻ സാനുമോളെടുത്ത് പോയിട്ട് തിരൂര് പോയി. അപ്പൊ ഞാൻ എന്തിനാ പോയത് ചോദിച്ചു. അത് ആദ്യമോൻക്കുള്ളത് നോക്കാം, ബർത്ത്ഡേന്റെ എന്തോ നോക്കണേ. ഞാൻ പറഞ്ഞു അത് പോകുമ്പോ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോഴാണ് അമ്മച്ചി പറയണേ അത് എടുക്കാ. കുഞ്ഞാ ഇന്നലെ പറയല്ലേ, പിന്നെ ഇങ്ങനെ കുഞ്ഞാ പോയിന്ന്. അപ്പൊ ഇന്നത്തെ എന്താ, കുഞ്ഞാ ഇന്ന് പരിപാടിക്ക് പോയത്. ഇന്ന് കുഞ്ഞാക്ക് എന്തോ പരിപാടി ഉണ്ടായിരുന്നു, റിസപ്ഷൻ.
നാലർക്ക് കല്യാണം ഉണ്ട് അപ്പോത്തിന് നമുക്ക് അതിനൊക്കെ പോയി വരണം പറഞ്ഞല്ലേ അപ്പൊ നമ്മക്ക് എന്താ നമുക്ക് അതിന്റെ മുന്നേ നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ആ അങ്ങനെയാണ് അല്ലേപ്പാ ഒന്ന് കുറച്ചൊരു അപ്പൊ തിരക്കിട്ട് പിടിച്ച് പോകേണ്ട ആവശ്യം ബീഫ് വെക്കാതെ പുറത്ത് പോയി എന്നിട്ട് ഒരു കല്യാണത്തിനുണ്ട് ഇങ്ങോട്ടല്ലേ പോകാത്തല്ലേ അല്ലെങ്കിൽ ഇപ്പൊ സാനിയോടെ പോയി എന്നാണ് ഇപ്പം പറഞ്ഞേ. എന്നാ പിന്നെ ഓർക്ക് ഒന്നുമില്ല അല്ലമ്മ ഇമ്മച്ചേ സാനുമോൾക്ക് പോയി നമ്മളിവിടെ 3 ആളുണ്ട്. ഇമ്മച്ചേ സാനുമോളോർക്ക് വരി നമുക്ക് ഇവിടുന്ന് തിരൂർക്ക് പോവാ പറഞ്ഞൂടെ അയാൾക്ക് പറഞ്ഞൂടെ ഓക്കെ കുഞ്ഞാത് പ്ലാൻ ഇട്ട് വെച്ചതാ. ഇന്നോട് തിങ്കളാഴ്ച പറഞ്ഞേ അന്ന് മറ്റേ നമ്മള് ഇതിന് മുന്നത്തെ വീട് ഇട്ടില്ലേ ഇതിന്റെ പൈസ ഇട്ടണേ അപ്പൊ അത് ഇട്ടപ്പോ കുഞ്ഞാറ് അടുത്ത ഞായറാഴ്ച നമുക്ക് നല്ല വീഡിയോസ് എടുക്കണോ ഇന്ന് കുഞ്ഞാനോട് പറഞ്ഞേ നല്ല കുറച്ച വീട് ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞേ അത് ഓനോട് പറഞ്ഞിട്ട് വല്ല ലാഗായിക്കാണെങ്കിലോ അതെ അക്ക പോട്ടെ ഞാനൊക്കെയൊരു മൂടൊന്നും ഓൻ തന്നെ ഇവിടെ ഇരുന്നാണ് നമ്മളിപ്പോ ബ്ലോഗ് എടുക്കണൊക്കെ ഒരു കഥയാണ് ഒന്ന് രണ്ടായിരം മണ്ടല്ലേ ഞായറാഴ്ച നമ്മക്ക് പോണം എല്ലാവർക്കും കൂടെ പോണം അതൊന്നും ഞാൻ വിചാരിച്ചിനി കുഞ്ഞാനോട് ഞാനൊന്നും കൊണ്ട ദിവസം ഒന്നും ബേജാറായിട്ടാ അത് ബേജാറായിട്ടാ അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കും പറഞ്ഞല്ലേ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ നോക്കാൻ അത് നമുക്ക് ബ്ലോഗാക്കി എടുക്കണോ എന്നിട്ട് നമുക്ക് രസമായിട്ട് ഇവിടെ പോയി ചായ കുടിച്ച് വരണോ ഒക്കെ പറഞ്ഞ നമ്മള് പറഞ്ഞല്ലോ എന്നോട് പറഞ്ഞ എന്താ അടുത്ത ഞായറാഴ്ച നമുക്ക് നേരെ പോയിട്ട് ഇവിടെ പുതിയ ചായ സ്പോട്ട് ഒന്നില്ലേ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് നേരെ നമുക്ക് ഹൈലൈറ്റ് പോവാ നമുക്ക് ചമ്മാട് ഹൈലൈറ്റ് ഒന്നുണ്ടല്ലോ ആ പറയും ഓർമ്മയില്ല ഞങ്ങള് പറഞ്ഞ ഓന് എന്നാലും ഇന്ന് പോയിട്ട് വരുമ്പോ സാനിന്റെ പോയിക്കോട്ടെ പോയിട്ട് അവിടുന്ന് വിളിക്കമ്മ നമ്മൾ ഇന്നലെ പറഞ്ഞില്ല നിങ്ങളെല്ലാരും വണ്ടിമേ വരി നമുക്ക് പോകാൻ അറിഞ്ഞൂടെ ഈ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി സായിലോടെ ഓള് മേലാണ് ഓള് മേലെ പോയി ഇരിക്കണേ വരില്ല അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ അവസാനിച്ച് കഴിഞ്ഞിട്ട് വരൂ നമ്മള് സാനിന്റെ പോവാ കൊറേ ദിവസമായി സാനിന്റെ പോവാ പുറത്തേക്ക് പോവും പോയിക്കോ നിങ്ങള് കല്യാണത്തിനൊക്കെ നിങ്ങൾക്ക് കല്യാണല്ലേ അല്ലേ ആയിക്കോട്ടെ കല്യാണത്തിന് ഇപ്പൊ തീരുമാനിക്കാം കല്യാണം വലുത് നമ്മളെ വലുത് വ്ളോഗ് എടുക്ക ഹലോ ജിങ്ങട്ട് വാടിക്ക് വാ നിങ്ങളെ റിസപ്ഷന് പോണില്ല ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരാനേ എന്നോട് പറ്റി നിങ്ങള് പോണില്ല എന്നാ പറഞ്ഞത് ഞാൻ എന്തിനാ നിങ്ങള് റിസപ്ഷന് എന്നോട് പറ്റി ഇങ്ങോട്ട് അടിക്ക് വരാന് അപ്പൊ തീരുമാനം കുഞ്ഞാക്ക് തീരുമാനിക്കാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോണില്ല അതിന്റെ ഇടയിൽ കൂടെ അമ്മക്കൊന്നും ഒറ്റ ഓടാട്ടോ അറിയില്ലല്ലോ അതിന് ചോറ് ചോറാക്കിച്ചാ പിന്നെ പൊറോട്ട ഉണ്ടെന്ന് ചോറ് എല്ലാരും ഒരു എല്ലാരും തിന്നാൻ ആകെ തിരിച്ചോറ് തിന്നാ മതി അപ്പൊ എന്താ ഇമ്പോർട്ടന്റ് ഉള്ള പരിപാടിയാ പരിപാടി എപ്പോഴാ ചെയ്യാ സാധനം പുതിയ ഷർട്ട് അണ്ടാ പുതിയ ഷർട്ടൊക്കെ മേടിച്ച നേരണ്ട് നമ്മളൊരു പരിപാടി പറഞ്ഞപ്പോ അതിന് നേരമില്ല കുഞ്ഞാക്ക് എന്താ ഇതില് പറയാളേ അത് പറയും അടുക്ക് എന്നാ വിളി ഇത് വിളി അനക്ക് പറയാളെ പറയും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് സംഭവം ഞാൻ പ്ലാൻ ചെയ്തിനി ഇല്ല എന്ന് പറഞ്ഞൊന്നുമില്ല അത് ഞാൻ അഗ്രി ചെയ്യുന്നുണ്ട് പക്ഷെ ഇത്രയും ഇവിടെ ഷോ ഇടുന്ന സംഭവം ഉണ്ടല്ലോ അതിനേക്കുള്ള ഇല്ല അതിനല്ലേ ഇത് എനിക്കുള്ളത് കർമ്മ എന്ന് പറഞ്ഞ സാധനമില്ലേ കർമ്മ എന്ന് പറഞ്ഞ സാധനമാണിത് അല്ല ഓ പറഞ്ഞ ശരിയാണ് ഞാൻ ഓനാണെന്നുണ്ടെങ്കിൽ ചോറാക്കില്ല എന്ന് പറഞ്ഞില്ല പക്ഷെങ്കിൽ വ്ളോഗ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ റെഡിയാണ് ഞാനിന്ന് എണീക്കാൻ തന്നെ ഏകദേശം 11 മണി ആയിക്കണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എണീക്കുന്നത് തന്നെ പിന്നെ ഇപ്പം വീഡിയോ അയക്കുന്ന സമയത്താണ് ഞാൻ ഉറക്കുന്നത് ശരിക്കും സെറ്റ് ആയിക്കണം അപ്പം എത്ര ടൈം 1 മണിയോ 12:30 ടൈം ഇപ്പോൾ ഉച്ചക്ക് വിളിച്ചു അപ്പോഴേ ചമ്മാടാണ് നോണ അറിയണ്ട അതിന്റെ മുന്നേ വീഡിയോ
അല്ല രണ്ടാമത് ചവിടാൻ ചോദിക്കുമ്പോഴാണ് ഞാൻ ചെമ്മാട്. അല്ലല്ല ഞാൻ അവിടെ പത്തൊന്നും കട്ടയില്ല വാട്സപ്പ് ഒക്കെ അതല്ലോ. എടി സാലു നമുക്ക് വീഡിയോ അയച്ചു തരുന്ന സമയത്ത് നമ്മള് ചെമ്മാടാണോ വീട്ടിലാണോ? ഓക്കെ ശരി. എന്തായാലും മാറ്റിക്കോ. കറുപ്പിട്ടോ? ആ പോയി കണ്ട തിന്ന് ഒരു പൊറോട്ട തിന്നടാ. സാലുതാ 1:29 ഞാൻ നൈസാണെന്ന് പറഞ്ഞ എനിക്ക് വോയിസ് അയക്കുന്ന സമയത്ത് ഞാൻ വീട്ടിലാ. അപ്പോഴാണ് എനിക്ക് വാവേ വാ നമുക്ക് ബ്ലോഗ് എടുക്കണം വിളിച്ചാൽ ഞാൻ മറന്നുപോയതാ. എല്ലാം ഞാൻ മറന്നുപോയതാ. ഞാൻ രണ്ടാമത് വിളിച്ചല്ലോ ചെമ്മാടെത്തിയപ്പോ ചെമ്മാടെത്തിയിട്ട് ഇങ്ങോട്ടൊന്ന് ചെമ്മാടെത്തി പോട്ടെ അയക്കൂടെ തന്നെയല്ലേ സാനുവിന്റെ അടുത്തുന്നല്ലേ മോനെടുത്ത് പോകുമ്പോ ഇവിടെ മോനെടുത്ത് പോവാറില്ല ഈ പറയില്ല. പിന്നെന്താ ഇജ്ജ് പൊയ്ക്കോ പോണേനും നമുക്ക് ഒരു കുഴപ്പമില്ല. ഇജ്ജ് തിരൂര് പോണേനോ തമ്മാട് പോണേനോ സായന്തരത്ത് പോണേനോ നമുക്ക് പറഞ്ഞ വാക്ക് പാലിക്കണം. അതല്ല രണ്ടില്ലെന്നും പറഞ്ഞ ഇജ്ജ് പറയാം. ഉമ്മ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തിരൂര് ഞാൻ പറഞ്ഞേ ഇവൻ തിരൂര് എത്തിയതിനു ശേഷമാണ് ഇവൻ മൂന്നാമത്തെ വിളി തന്നെ. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് പഠിച്ചോനെ ഞാൻ പറഞ്ഞു. അതുവരെ എന്റെ മൈൻഡിൽ ഇല്ല. ഞാൻ ചെമ്മാട് അജ് സാനിന്റെ ചെമ്മാടെ എത്തിയപ്പോ ഞാനോട് ചോദിച്ചു ഈ വരുന്നുണ്ടോ ഇങ്ങോട്ട് വരുന്നുണ്ടോ പറഞ്ഞു എന്നോട് വരുന്നുണ്ട് പറഞ്ഞേ. പിന്നെ ഞാൻ മറന്നുപോയി. മറന്നോലെ എങ്ങനെയാ ഇന്റെ ഉമ്മച്ചിയെ ഇതൊരു മാസത്തിനുണ്ടാവും. മീന് പോണത് ഞാൻ പറഞ്ഞ കുഞ്ഞിമാവ് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ചേച്ചി? ഞാൻ പറയും കുഞ്ഞിമാവ് ഒരു കാര്യം കുഞ്ഞോട് വെച്ച് കുഞ്ഞാവ് എന്നാ കുഞ്ഞാവില്ല ചിലപ്പോ 1 മണി വരെ ഉറങ്ങൂലേ. ഞായറാഴ്ച അല്ലേ ഇന്നലെ 10 മണി ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ ഉറങ്ങി നീച്ചിട്ട് വരുമ്പോ 2 മണിയൊക്കെ ആവുമായിരിക്കും. ആകെ പറഞ്ഞു ഇങ്ങോട്ട് തന്നെ ഇപ്പൊ ചച്ചേക്ക് എന്താട്ടി നിന്ന് അപ്പൊ ഇച്ച ചെയ്തതല്ല. ഞാൻ പറഞ്ഞില്ലമ്മ ഞാൻ മറന്നുപോയതാണ്. നിനക്ക് ഓർമ്മയില്ലേ മൈൻഡ്? ഓർമ്മ വേണോ? ഓർമ്മ എന്തിനാ പോണേ മോനെ? ബട്ട് അടിക്കാൻ മാതിരി ഫോൾട്ട് ആരും അടിക്കില്ല. ഫോൾട്ട് അടിക്കില്ല. പക്ഷെ ഇതൊന്ന് തട്ടുമ്പോ മനസ്സിലാക്കണം. എന്ന് മനസ്സിലാക്കണം. എടാ എനിക്ക് വിളിച്ച ബാബാജിയോട് നമുക്ക് വ്ലോഗ് എടുക്കേണ്ടത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വരാൻ. ഇജ്ജ് പറഞ്ഞല്ലേ ഞാൻ ഇങ്ങോട്ട് വരാം. അപ്പൊ എന്താ ഞാൻ വിചാരിച്ചെന്താ ഇജ്ജ് ശരിയാണ്. ഞാൻ എന്റെ മൈൻഡിൽ ഇതൊന്നും ഓർഡറില്ല. ഓടണോ? തിരൂര് പോയതാ. നമ്മളെല്ലാരും ആഗ്രഹിക്കുന്നത് അതൊരു പാർട്ടാക്കിട്ട് സെക്കൻഡ് പാർട്ട് നമുക്ക് കൊടുക്കുന്ന രീതിക്കുള്ള പാർട്ടാക്കിന്. അത് നിങ്ങൾ കണ്ടു പോന്നില്ലേ? ഷോപ്പ് അവിടെ എവിടാന്നുള്ള അറിയാമെങ്കിലും ആപ്പച്ചി പറഞ്ഞതല്ലേ ഞാൻ ഷോപ്പ് അന്വേഷിച്ച് പോയതാ. അന്വേഷിച്ചില്ലേ? ഞമ്മള് വന്ന് അന്വേഷിച്ച് നമുക്ക് കിട്ടുമല്ലോ. 4 ഭാഗത്തേക്ക് പോയ പോരേനോ? 4 ഭാഗത്ത് എടുക്കല്ലേ കിട്ടുമല്ലോ. അതിനിപ്പോ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടി പറയും? ഇന്നെ കിട്ടിയപ്പോ ബാപ്പി ഇമ്മി എല്ലാരും കൂടെ വരകുണ്ടല്ലോ. ഓരോ വരകുമ്പോ വലിയ ഡയലോഗ് അടിക്കില്ലല്ലോ. ഓൻ നമ്മളോടായിട്ട് ഒന്നും പറയില്ല. നമുക്ക് അത് ചെയ്യണം, നമുക്ക് ഇത് ചെയ്യണം. ഞാൻ പറയരുത്. അതാണ് ഞാൻ ഒരു പ്ലാൻ ചെയ്യില്ല. ഒരു കാര്യം അതല്ല ഓനൊരു പ്ലാനായിട്ട് വരില്ല. നമ്മള് പ്ലാൻ ഇട്ടുമ്പോ ഓനെന്താട്ട് വൈക്ക് പോവാൻ ഞാൻ ലേഖാക്കുമ്പോ നമ്മൾ ഓന്റെ വാക്കറി പ്ലാൻ ആരുണ്ടാക്കല് അന്നെ ഈ പ്ലാൻ ഉണ്ടാക്കും. ഇജ്ജ് പോണെന്ന് വരൂ. ഓക്കെ എന്നിട്ട് ഇന്നൊരു പ്ലാൻ പറഞ്ഞു ഞാൻ ചെയ്തില്ല. ഇത്രയും കാലം പ്ലാൻ ഉണ്ടാക്കിയതും പോയത് ചെയ്തൊക്കെ ഞാൻ തന്നെ അല്ലേ? അഭിനന്ദ എനിക്കത് ഇളിയില് അല്ല ഇപ്പൊ അങ്ങനെ പറഞ്ഞോണ്ടാണ് നമ്മൾ ആരും പോവാൻ മുടക്കിയത്. ഞാനാ കുഞ്ഞാ ഒരു കാര്യം പറഞ്ഞില്ല. ഞാനാ പറഞ്ഞത് സംഭവം ശരിയാ. പക്ഷെ ഞാൻ വിട്ടുപോയി. എങ്ങനെ വിട്ടുപോകാ? പിന്നെന്താ? പിന്നെ പോണ ഒരാൾക്ക് ഓർമ്മ ഉണ്ടാവും. അത് ആരായാലും
ഓ അങ്ങോട്ട് പോണില്ലെങ്കിൽ ഓർമ്മയില്ലാന്ന് വേറെ തിരൂര് പോയി? ആ പോയി. നിങ്ങൾ അറിഞ്ഞില്ല ഓല് രണ്ടാളും തിരൂർ പോയി. ഓരണ്ടാൾ തിരുപ്പച്ചയാ ഇപ്പൊ ഓരണ്ടാൾ തിരൂര് പോയി ചെയ്ത് നോക്കിയും ചെയ്ത്. അതാ നമ്മളെ കൂട്ടാൻ പറ്റൂല ഇപ്പൊ എനിക്ക്. അതന്നെ ഓരോ പെണ്ണുങ്ങൾ പോയി നമ്മക്കെന്താ ഇനിയിപ്പോ എന്തെങ്കിലും നമ്മളോട് പറയല്ലോ. തിരൂർ പോയത് അറിഞ്ഞില്ല. ഞാനറിയില്ല ഈ കുത്തിത്തിരിപ്പ് പ്രോമാക്സ് ഞാൻ അതിമക്ക് ശ്രദ്ധിച്ചില്ല. തിരൂർ ചെമ്മാട് പോയ കഥ ഇങ്ങനെ കേൾക്കുന്നല്ലാതെ. ഞാൻ എന്നോട് തിരൂര് ചെമ്പാട് ഇത്ര പ്രശ്നം. തിരൂര് പോയോലെ നമ്മക്ക് എല്ലാരും കൂടെ പോയിട്ട് ബ്ലോഗ് എടുക്കാൻ പറഞ്ഞു. ഇപ്പച്ചിനോട് ഞാൻ അതുവരെ ഞാൻ കേൾക്കുമ്പോ ജിന്നോട് പറഞ്ഞു അന്ന് ബാബ ഇങ്ങനെ പറഞ്ഞു തിരൂര് പോയി സാധനം നോക്കാൻ പോണെങ്കിൽ ചാടി അക്ക. പക്ഷെ ഓല് തിരൂർ ആയിക്കോട്ടെ ഇപ്പൊ തീരുമാനമായല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് സംഭവങ്ങള്? പുതിയ ഷർട്ടൊക്കെ എടുത്ത് അതാ അല്ല പുതിയ ഷർട്ട് എടുത്തോട്ടെ ഒന്നും എടുത്തോട്ടെ ഓനും ഓന്റെ പെണ്ണുങ്ങളും കൂടി പോറ്റൊക്കെ പോയില്ലേ. വെള്ളം കുടിക്കേ വെള്ളം കുടിക്കും. ആയിക്കോട്ടെ ഇത്ര ഉള്ളും സംഭവം. ഓളോടെ ഓളോടെ ഓളോട് ഞാൻ എന്ത് പറയാനാണ്? അതല്ല ഇപ്പൊ പറ്റി പറഞ്ഞല്ലോ അത് ഭയങ്കര ഫീലായി. നമ്മളോട് പറഞ്ഞിട്ട് ഇവര് രണ്ടാളും പോവാന്ന് പറഞ്ഞാല് അത് പറഞ്ഞില്ലെങ്കിലോ പറഞ്ഞിട്ടില്ല. ഓക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിക്കാന്ന് പറഞ്ഞാലോ പറഞ്ഞില്ല. അവര് പോയി നോക്കി അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യും. പോയി നോക്കിയാ എന്താ ഏതൊക്കെ നമ്മള് നോക്കൂലേ പറഞ്ഞോണ്ടാണ്. ഞാനിപ്പച്ചി പണിക്ക് മെയിലിന് പോണ പറ്റി പിടിച്ച് നിർത്തിക്ക് രണ്ടര കിട്ടാൻ എന്താ വായിക്കണം. നാളെ ലീവ് അപ്പോഴേക്കാ നാളെ ലീവ് വേറൊന്നുമില്ല. അല്ല ഇന്ന് ഞാൻ അന്നേരം തന്നെ ഓർമ്മ വന്ന സമയത്ത് തന്നെ ഞാൻ പോയി കുഴപ്പത്തിൽ എന്നെ കൊണ്ടാണ്. ഞാൻ വിളിക്കാതെ വരുമല്ലോ നമ്മളിപ്പോ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട. ഞാൻ ഇന്നാളെ ഇവര് ഇങ്ങനെ ഈ വർത്താനത്തിനല്ലേ ഇങ്ങനെ തിരൂർ പോയതൊന്നും ഞാൻ അതിമക്കുള്ള ശ്രദ്ധ എനിക്കില്ല. എനിക്ക് വെള്ളയച്ചിട്ട് തിന്നാനാ പൊറാട്ടം എന്നുള്ള ചിന്ത ഉള്ളു. വേറെ ഒന്നുമില്ല. ഇതിന്റെ ഇടയിൽ കൂടെ ഇതൊക്കെ കഴിഞ്ഞില്ലേ. എത്ര ഉള്ളൂ എത്ര ഉള്ളൂ. എന്താ ബാബ അമ്മക്ക് ഭയങ്കര സങ്കടമായി പോയി അല്ലേ. തിരൂരോ തിരുനാവായ വരെ പോകാനുള്ള കഴിയില്ല. അതിലത്തെ തിരൂരെത്താ ഈ വിഷയം മാറ്റല്ലേ ആലോചിച്ചൂടാ. അല്ല പറഞ്ഞ് പറ്റിച്ചിട്ടുള്ള സങ്കടം വേറെ ഒന്നല്ല. പറഞ്ഞിട്ടുണ്ടല്ലോ പറ്റിക്കല്. അത് വാവ നമ്മളെ കൂട്ടാതെ പോയത് അത് സമ്മതിക്കാൻ പറ്റുള്ളൂ. വാവ നമ്മളെ കൂട്ടാതെ പോയത് എന്തിന്? അതാണ് എനിക്ക് ആവശ്യം വരാ. അല്ല നമ്മളോട് പറഞ്ഞ് നാളെ നമ്മളായിട്ട് പറഞ്ഞതല്ല ഓനായിട്ട് പറഞ്ഞാണ് നമുക്ക്. അവിടെ ഞാൻ രാത്രി നമ്മളിവിടെ കിടക്കുമ്പോഴാ പറഞ്ഞത്. ഞാൻ സാലുക്ക് വിളിച്ച സമയത്താണ് ഞാൻ പഠിച്ചത്. ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ വരാറുള്ളത്. അപ്പോഴാണ് എനിക്ക് കത്തുന്നത്. അതുവരെ വരുമല്ലോ ഇല്ലേ? അപ്പോഴും കുഞ്ഞാന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോരി നമ്മള് എന്തിനാ നമ്മള് പോണ്? ഓന്റെ പെണ്ണുങ്ങൾക്ക് ഓനക്ക് രണ്ടാള് എന്തായി പോണേന് ഇപ്പൊ നമ്മളെന്താ പറയാനാ? ഓൽക്ക് അങ്ങനെ പോകാനുള്ള താല്പര്യം തോന്നി ഓല് പോയി. ഇജ്ജ് തോണ്ടണ്ട ഞാൻ കാര്യം പറഞ്ഞു. ഞാനും പോകത്തെന്താ ഞാൻ കുഞ്ഞാ വിളിച്ചേ ഇവിടെ വന്ന് വ്ളോഗ് എടുക്കാന്ന് പറയട്ടെ. ഞാൻ പിന്നെ ഉമ്മച്ചി പറഞ്ഞു പൊയ്ക്കോ ഓരിങ്ങനെ വിളിക്കല്ലേന്ന് പറഞ്ഞിട്ടല്ല പോയത്. ഉമ്മ എനിക്ക് നേരത്തെ വിളിച്ചു കാണ്ട് അല്ലല്ല എങ്ങനെ പറഞ്ഞാല് കുഞ്ഞാവ് നീറ്റി കുഞ്ഞാവാ എന്നാ കുഞ്ഞാവ് കിടക്കണ നോക്ക് നോക്ക് ഇങ്ങനെയൊക്കെ കിടക്കണ് പറ്റിയതാ അവിടെ. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്താ നീ മുള്ളി എന്താ ഉരുക്കിയത്?
അത് ഇതൊക്കെ കൊഞ്ഞ ഇമ്മച്ചി അത് അതിനുള്ളിൽ ഇങ്ങനെ ഇറങ്ങി പോകും. ഇതിപ്പോ തരാ ഇതൊക്കെ ഇത് ചൂടുണ്ടോക്കി ഇത് ചൂടുണ്ടോക്കാം. അത് ഞാൻ പറഞ്ഞേ കുഞ്ഞാവ് നേരത്തെ വിളിച്ചാണ്ട് വരട്ടെ. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി. കുഞ്ഞാവ് ബാത്റൂമിൽ പോയപ്പോ ബാത്റൂമിൽ പോയപ്പോ വീഡിയോ കട്ടാക്കി. അപ്പൊ പിന്നെ ഞാനിപ്പോ വരാറ് പോയിട്ട് കുഞ്ഞാവ് വിളിച്ചിട്ടാ ഞാൻ പരിപാടിക്ക് പോയിട്ട് ഇപ്പൊ വരട്ടാ. എന്നിട്ട് നമുക്ക് ചായ കുടിക്കാൻ ഹൈലൈറ്റിൽ പോവാന്ന് പറഞ്ഞ ആളാ. അത് ഞാൻ അറിയാതെ പറഞ്ഞ രണ്ടാമത്തെ വിളിയിലേക്ക് ചമ്മാട് പോയിക്കണ്. ഞാൻ വിളിച്ചിട്ട് അപ്പൊ കുഞ്ഞാറ് ഞാൻ അതപ്പ വരാന്ന് പറഞ്ഞു. മുഖം കഴിയാനി അല്ല രണ്ടാമത്തിൽ ചമ്മാടെത്തീനി. ചെമ്മാടെത്തിയപ്പോ ഇപ്പൊ വരാന്ന് പറഞ്ഞ ആളാ. പിന്നെ കാണുന്ന തിരൂരെത്തി. ലാസ്റ്റ് വിളിച്ചില്ല തിരൂരാണ് പറഞ്ഞപ്പോ അപ്പോഴാണ് കാക്ക പറഞ്ഞത് ഇങ്ങനെ എല്ലാരും കൂടി പോവാ. കുഞ്ഞാനോട് ഞാൻ നിങ്ങള് പോയില്ലേ വലിയ വർത്താനം പറഞ്ഞേ. എന്തൊക്കെയാണ് പറയണറിയോ? ഇപ്പച്ചി പറയണ കേട്ട് നമ്മള് പഠിച്ചോനെ നമ്മളിങ്ങനെ അല്ല. ഇപ്പച്ചി പറയാം അയ്ജോന്റെ പെണ്ണുങ്ങളും ഇനി കൂടെ പോയിക്കോ ഞങ്ങള് വരുന്നത് എന്തൊക്കെ. അത് നമ്മള് വേറെ വേറെ അങ്ങനെയൊക്കെ ആക്കി വേറെ ആക്കി. ഇന്നലെ രാത്രി കുഞ്ഞാവ പറഞ്ഞെന്താ അറിയോ? ആദുവിന്റെ അടുത്തേക്കും പോയത് നിങ്ങള് പോയില്ലേ? അപ്പൊ നമ്മള് വേറെ പോയത് പ്രശ്നം അതല്ല പോയതിലെ പ്രശ്നം. തിരൂർക്ക് നിങ്ങള് ഇവിടുന്ന് കുഞ്ഞാവ ഇതൊക്കെ കുഞ്ഞാവ് രാത്രി ഒന്ന് പറഞ്ഞെന്താ അറിയോ? നാളെ എല്ലാവർക്കും കൂടി പോവാന്ന് കൊറേ മുന്നോട് പറഞ്ഞു. നിങ്ങൾ അന്നോട് പറഞ്ഞില്ലേ തിരൂര് മനസ്സിലായില്ല സാബ്ര? കുഞ്ഞാവ ഇവിടെ കുഞ്ഞാവ ഉമ്മച്ചിനോട് പറഞ്ഞു. അതിവിടെ ഉണ്ടായിനെ. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് 4:45 വരെ നിങ്ങളെ കാത്തുനിന്നു. ഇവിടെ ചോദിച്ചു നോക്കി വിളിച്ച് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ ആളാണ്. തിരൂരെത്തിയപ്പോഴാണ് വിളിക്കുന്നത്. അതിന് മുന്നേ നിങ്ങള് ചെമ്മാടല്ലേ ഇപ്പളാ വരും. അപ്പൊ വരും കാത്തുനി. നമ്മള് പിന്നെ നേരെ അതിന്റെ അടുത്ത് പോയിട്ട് പിന്നെ ഇങ്ങനെ പോയി ഇപ്പൊ വരാന്ന് പറഞ്ഞ പിന്നെ ഇങ്ങനെ വിളിച്ച് വെറുപ്പിക്കുക. ഈ ഇമ്മ എന്ത് സ്വഭാവം അറിയോ? നമ്മള് മിനിയാന്ന് ഇവിടെ ഇരുന്നും കൊണ്ട് മോനിത് ഇവിടെ കോഫി തന്നെ ഇതേമാതിരി ഞാൻ ഇവിടെ കിടക്കും. മോൻ പറഞ്ഞത് നമുക്ക് ഞായറാഴ്ച ബ്ലോഗ് എടുക്കലൊക്കെ ഇപ്പൊ കൊറേ കുറഞ്ഞ് നമുക്ക് എന്തായാലും വേണ്ടേ ഞായറാഴ്ച പോണയ്ക്ക് വൈകുന്നേരം ഒരു പരിപാടി ഉണ്ട്. അപ്പോത്തിന് പോയി നമുക്ക് വരണുണ്ട്. ഇവിടെ പോയി ചായ ഒക്കെ കുടിക്കണം. തിരൂര് പോണം. കേട്ടോ അന്നേരം നമുക്ക് ബ്ലോഗ് ഇട്ടൊക്കെ പറഞ്ഞ ആളാ. ഇവര് നിങ്ങൾ രണ്ടോടത്ത് പോയി. സാല് വിളിച്ചപ്പോ പിന്നെ കാക്ക നാളെ എങ്ങോട്ടാ ഫോൺ ചോദിച്ചപ്പോ ആദ്യം നാളെ ഒന്ന് ആവട്ടെ അല്ലേ എങ്ങോട്ടാ പോണ നിങ്ങൾ പറഞ്ഞ എനിക്ക് മറന്നു പോയി. പക്ഷെ അവരോട് പറഞ്ഞ മനസ്സിലാവില്ല. നമ്മള് രാവിലെ നേരെ എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഇവിടെ തിരൂർക്ക് പോകുമ്പോ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? തിരൂർക്ക് പോകുമ്പോ മറന്നുപോയി. മറക്കലെങ്ങനെയാ പറയുമ്പോ ഫുൾ പ്ലാനിങ്. ചിലപ്പോ പേര് പറയുണ്ടാവും വീട്ടിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്തായിക്കോട്ടെ. ഓല് പോയില്ലേ നമ്മളൊന്നും തിരൂർക്കൂല്ല ചമ്മാട്ടുക്കൂല്ല. ഞങ്ങൾ പോയിക്കൊടുങ്ങി അങ്ങോട്ടാണ്. നിങ്ങൾ ഇതിപ്പോ ആദ്യമോന്റെ സാധനം എടുക്കാൻ എല്ലാരും കൂടി പോണെന്ന് ഈ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ രണ്ടാളും പോയി കണ്ടു വന്നും ചെയ്തു. അങ്ങനെ എങ്ങനെയുണ്ട് ഇവള് കണ്ടില്ലേ? പണി കണ്ട അതിനുള്ള സാധനം കണ്ട കണ്ടില്ലേ? കുഞ്ഞവിടെ പറഞ്ഞതറിയോ? വീഡിയോ കിട്ടിയിട്ടില്ല. അത് അല്ലാ വീഡിയോ നോക്കാനാ പോയതാ. വീഡിയോ കിട്ടിയില്ലെന്ന് അറിയണേ പറ്റിയ
ഇമ്മ കുഞ്ഞാവും അവിടെ പോയിട്ട് പീടെ കണ്ടില്ല അറിയില്ല. ഇല്ല വീട് കാണാൻ കുറേ ആ തെരഞ്ഞി ഉദ്ദേശിച്ച കടയാണ് നമ്മള് നോക്കിയത്. നമ്മള് പീട് തപ്പി തുടങ്ങിയത് തന്നെയാണ്. ഇജ് വീഡിയോയിലുണ്ടാവില്ല സത്യാവസ്ഥ. ഞാനും വാങ്ങാനും ഒരു പ്രാവശ്യം പോണം. ഈ സാധനം നോക്കാൻ പോകുമ്പോ ഫസ്റ്റ് വ്ളോഗ് അങ്ങനെ ഇടാൻ വെച്ചു. പാർട്ട് 1 ആക്കി ഇടാ. അതൊരു സാധനം വാങ്ങാൻ പർച്ചേസ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞ രീതിക്ക് ഇടാന്ന് വെച്ച് നിന്നതാണ് ഇന്നത്തെ വീഡിയോ. രണ്ടാമത് എല്ലാരും കൂടി പോയിട്ട് ഒന്നും കൂടി പോയി ഓല് പോയിക്കോട്ടെ. ഇനിയിപ്പോ കൊറേ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യമുള്ളേ? അതിപ്പോ കൊറേ പറഞ്ഞു നേരത്തെ രണ്ടാട്ടം ഇങ്ങനെ വാങ്ങിക്കാൻ ഫസ്റ്റിന് ഫുള്ള് ഇതുണ്ട്. അതന്നെ ഓൽക്ക് നമ്മള് കൂട്ടാതെ പോകാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടന്ന് ഇത്രേ ഉള്ളൂ. കണ്ടു എന്തുള്ള ഫസ്റ്റ് കണ്ടില്ലല്ലോ നേരത്തെ കണ്ടേ രാവിലെ സംസാരല്ലേ തന്നെ. പിന്നത്തെ എന്തുകൊണ്ട് നമ്മളെ കൂട്ടാതെ പോയി എന്നാണ് ഇതിന്റെ ഉത്തരം അല്ലേ? അപ്പൊ ഉത്തരം ചോദ്യം പറഞ്ഞ് പറ്റിച്ച്. ആ ഭാവിയും ശൈലും പറഞ്ഞു പറ്റിച്ച്. ഞാൻ എപ്പോഴാണ് തിരിച്ചു ഓളൊന്നും കൂട്ടണ്ട, ഓളൊന്നും ചെയ്ത് പറയും. ഔ, എന്താ അറിഞ്ഞിട്ട് കൂടെ ഇല്ല ഞാൻ. വാവ പറഞ്ഞു. അതല്ല വാവ ഞോട് പറഞ്ഞു നമുക്ക് അറിയില്ല. എന്തുകൊണ്ട് വാവ നമ്മളെ തിരൂർക്ക് കൊണ്ടുപോയില്ല? എന്നോട് ഇജ്ജ് വിളിച്ചിന്റെ ശേഷമാണ് കാക്ക പറഞ്ഞത്. ക്വസ്റ്റ്യൻ മാർക്ക്. അല്ല നമ്മക്ക് തിരൂര് പോകാൻ അറിയില്ലേ? ഓൻ കൊണ്ടോണം നമ്മളെ. ഇങ്ങനെ ഒരു പരിപാടി കാണാൻ പോക്ക് എല്ലാരും പ്ലാൻ ഇട്ടിട്ടില്ല. പെണ്ണ് കാണാൻ പോകുന്നല്ലോ. നമുക്ക് പോയി രണ്ടാളും ഒപ്പന പറഞ്ഞേ. ഉപ്പി പറഞ്ഞേ ആ പെണ്ണ് കാണാൻ പോണ കാര്യമൊന്നുമല്ലല്ലോ. നമുക്കും പോയി കാണണ്ടായിരുന്നു. തിരൂര് കുറെ ദൂരമൊന്നുമില്ല, 19 കിലോമീറ്റർ ഉള്ളു. കാക്കൊന്നും പറയല്ലേ കാക്ക. ചെയ്ത തെറ്റാന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ പറയേണ്ടതിൽ കാര്യമില്ലല്ലോ. ഞാൻ നിർത്തി കളി മതി. ചെയ്ത തെറ്റാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഇങ്ങനെ ഗുണോ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ അതിൽ ഓരോ രണ്ടാളും ഒരു ആനന്ദം കണ്ടെത്തട്ടെ. തെറ്റാണ് ഇപ്പോഴല്ല അംഗീകരിച്ചത്. ഞാൻ നേരത്തെ അംഗീകരിച്ചു. ആ ഞാൻ എന്റെ അടുത്ത് തെറ്റി ഞാൻ അങ്ങനെ വിട്ടുപോയി. ന്യായീകരിച്ചിട്ടൊന്നുമില്ല. ഞാൻ വിട്ടുപോയ കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്റെ തെറ്റെന്ന് പറഞ്ഞു. തിരൂർക്ക് അവിടെ പോകുമ്പോ ഓർമ്മ വരും. അത് ആർക്കായാലും ശരിയാ, മറന്നു പോവില്ല. തിരൂരടെത്തുമ്പോ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ എന്ന് തിരൂരെത്തിയാലെങ്കിലും ഓർമ്മ വരും. നമ്മള് പോകുന്നുണ്ട് ഇറങ്ങുമ്പോ തിരൂര് പോകണ്ടെന്ന് എന്തായാലും കുഞ്ഞാ അവളോട് പറയണ്ട. അതിന് ഓട് കുഞ്ഞാനോട് പറയണ്ട. ഞാൻ കാക്കനോട് കാക്ക നമുക്ക് തിരൂര് പോവാ നാളെ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ പറയട്ടെ. അമ്മച്ചി ഇപ്പച്ചി സാലും കൂടി ഓടും കൂടി വിളിച്ചാണ്ട് പോവാ. കുഞ്ഞാട് പറയട്ടെ നമ്മളില് കാറില്ല. കാറ് പറഞ്ഞ കാറില്ലാത്ത ടൈമിൽ നമ്മള് ബൈക്കിനല്ലേ പോയിനി. അത് ഞാൻ പറഞ്ഞ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അതന്നെ ജയിക്കാൻ വേണ്ടി പറഞ്ഞ. അതന്നെയല്ലേ. ഇനി എടുക്കാന് മറ്റേ അങ്ങനെ ഒരാൾക്ക് എടുത്താ പോരെ? ബാക്കിലുള്ള ഒരാൾക്ക് എടുത്താ മതി. ബാക്കിയുള്ളവർക്ക് എടുക്കണോ? ആരെടുക്കും? ഷായിലെടുക്കണോ? എന്തേ പ്രശ്നം കഴിഞ്ഞില്ലേ? ഹെൽമെറ്റ് ഇട്ടാ പോരെ? വണ്ടിപ്പോ പോണ്ടല്ലോ, വീട്ടിലെത്തിയിട്ട് എടുത്താ എടുത്താ മതി. ഇവിടുന്ന് ഇറങ്ങുമ്പോ നമ്മള് പണ്ട് ബൈക്കിനാ പോണേ. നിർത്തിക്കാളി. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് പറഞ്ഞ് പറ്റിക്കല്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിച്ചു. ഓക്കെ, വ്ളോഗ് കണ്ടിട്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.